വിമർശനങ്ങൾക്കിടെ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ശശി തരൂരിനെ പിന്തുണച്ച് ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് അയച്ചതെന്നും സർവകക്ഷി സംഘത്തിൽപ്പെട്ടവരിൽ നിന്ന് അവർ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും കിരൺ റിജിജു ചോദിച്ചു. തരൂരിനെതിരായ കോൺഗ്രസിന്റെ നിലപാടിനെയും റിജിജു വിമർശിച്ചു. ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്ന 7 പ്രതിനിധി സംഘത്തിലെ ഒന്നിനെ നയിക്കുന്നത് ശശി തരൂരാണ്. പനാമയിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. Prime Minister has made it very clear. Operation Sindoor was necessary because these terrorists came and wiped the sindoor off the foreheads of 26 women by depriving them of their husbands and their married lives. In fact, there were some women who cried out, "The terrorists kill me too." And they said, "No, go back, tell what happened to you." And India decided that the color of the sindoor, that vermilion color on the forehead of our women, will also match the color of the blood of the killers, the perpetrators, the attackers. നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീകരവാദികൾ വന്ന് 26 സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു. അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടതിനാലാണ് ഓപ്പറേഷൻ സിന്ദൂർ ആവശ്യമായി വന്നത്. അവരുടെ നിലവിളി ഞങ്ങൾ കേട്ടു. നമ്മുടെ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരത്തിന്റെ നിറവും ഭീകരവാദികളുടെ രക്തത്തിന്റെ നിറവും ഒന്നാകണമെന്ന് ഇന്ത്യ തീരുമാനിച്ചുവെന്ന് തരൂർ പറഞ്ഞു. 2008 മുംബൈ ആക്രമണം ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിലെ വഴിത്തിരിവായിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ടിൽ ഇന്ത്യക്ക് ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2016 സെപ്റ്റംബറിൽ ഊറി ആക്രമണത്തിന് ശേഷം സർജിക്കൽ സ്ട്രൈക്കും 2019 ഫെബ്രുവരിയിൽ പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലാക്കോട്ട് വ്യോമാക്രമണവും ഇന്ത്യ നടത്തി. ആദ്യമായാണ് ഇന്ത്യ നിയന്ത്രണ രേഖ ലംഘിച്ച് ഒരു ഭീകര കേന്ദ്രം ആക്രമിച്ചത്. ഞങ്ങൾ രാജ്യാന്തര അതിർത്തി പോലും കടന്ന് പാകിസ്ഥാനിനുള്ളിലെ ഭീകരരുടെ ആസ്ഥാനം ആക്രമിച്ചുവെന്നും തരൂർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.